അതായത് ഇവിടെ ഇയാളാണ് പറയേണ്ടതെന്ന് എനിക്ക് സമസ്തന്റെ വോട്ട് വേണ്ട. ഇനി അതല്ലെങ്കിൽ സമസ്തന്റെ ഔദ്യോഗികപരമായിട്ടുള്ള പ്രഖ്യാപനം വേണം ഇയാൾക്ക് വോട്ട് ചെയ്യാൻ പാടില്ലാന്ന്. ഇത് രണ്ടും നടക്കാത്തിടത്തോളം കാലം അയാളുടെ വിജയവും പരാജയവും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അവിടെ മനസ്സിലാക്കേണ്ടത് അയാളുടെ വിജയവും പരാജയവും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. പ്രശ്നമാവലപ്പം അദ്ദേഹം പറയണം എനിക്ക് സമസ്തന്റെ വോട്ട് വേണ്ട. അദ്ദേഹം പറയണം, അല്ലെങ്കിൽ അദ്ദേഹം ആരെങ്കിലും സമസ്തന്റെ ഔദ്യോഗികപരമായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ അവർ പറയണം സമസ്ത ഒരു കാരണവശാലും അവർ അയാൾക്ക് വോട്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അന്നേരം നമുക്ക് വിജയിച്ചാലോ തോറ്റാലോ നമുക്ക് പ്രതികരിക്കാം. ഇതൊന്നും ഇല്ലല്ലോ. അദ്ദേഹം പോകുന്നു സമസ്തന്റെ നേതാക്കളുടേക്ക് പൊരുത്തം വാങ്ങാനും ദ്വാ ചെയ്യിപ്പിക്കാനെല്ലാം പോകുന്നു. അയാൾ അക്കീം ബഷീർ എടുത്ത് പോയടോ? അല്ല, ഇയാൾ അക്കീം ബഷീർ എടുത്ത് പോയില്ല പൊരുത്തം വാങ്ങാൻ. ഒന്ന് പറഞ്ഞ ലീഗ് ഒറ്റക്ക് മത്സരിക്കണം വെല്ലുവിളിക്കുമ്പോ ഇത് ജമാഅത്ത് ഇസ്ലാമിനെ കൂട്ടിയാണ്ടുള്ള കളി കളിച്ചപ്പോ അല്ലേ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ കൂട്ടിയിട്ടുള്ള കളിയാണ്. അതുകൊണ്ട് ഇത് ലീഗിനെ എന്താ പറയാ, ലീഗിന്റെ അവിടുത്തെ ലീഡ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ക്ഷയം ആരംഭിച്ചിട്ടുള്ള. ഇനി ഞാനൊരു കാര്യം പറയാം, ഞാൻ UDF അനുകൂലിയാണ്. UDFന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. അവിടെ ലീഗ് തോൽക്കണമെന്നോ അല്ലെങ്കിൽ എന്താ പറയാ കോൺഗ്രസ് തോൽക്കണമെന്നോ ആഗ്രഹിക്കുന്ന ആളെ അല്ല. പക്ഷെ എന്തുണ്ട്, ജമാഅത്ത് ഇസ്ലാമിനൊപ്പം കൂട്ടിയില്ല നല്ല അമർശമുണ്ട്. അത് ഇനി വിളിച്ച് പറയും ചെയ്യും. പിന്നെ ലീഗിന് അവിടെ ഭൂരിപക്ഷങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗ് അവിടെ ഒറ്റക്ക് നിന്ന് ജയിച്ചതല്ല. മറ്റേ എന്താ പറയാ ജമാഅത്ത് ഇസ്ലാമിനൊക്കെ കൂട്ടുകൂടിയാണ്ടാണ്. ആരൊക്കെ കിട്ടുമവരൊക്കെ കൂട്ടുകൂടിയിരിക്കുന്നത് അല്ലേ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയിൽ കൂടി BJP ബന്ധം വരെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ കിട്ടിയ വോട്ടാണ്. അതുകൊണ്ട് വെല്ലുവിളി വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ലീഗിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാന്നുണ്ടെങ്കിൽ ലീഗ് ഒറ്റക്ക് നിൽക്കണം. ലീഗ് ഒറ്റക്ക് നിൽക്കണില്ലല്ലോ. കാരണം ലീഗ് വെല്ലുവിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഗ് എന്ത് ചെയ്യണമായിരുന്നു ഒറ്റക്ക് നിൽക്കണില്ല. ഇവിടെ നമ്മളെ പോലത്തെ സജറുകളും ഉണ്ട്. നമ്മൾ UDFന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്, UDFന് വേണ്ടി പ്രവർത്തിച്ചിട്ടുമുണ്ട്. മനസ്സിലായില്ലേ? ഞങ്ങളവിടെ ലീഗും UDFും തമ്മിൽ തല്ല കോൺഗ്രസും. മനസ്സിലായില്ല? അപ്പോൾ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിനെ നിർത്തി. അവിടെ ആരാ തല്ല്? അവിടുത്തെ ലീഗ് എന്ന് പറയുന്നത് എന്താ പറയാ ഉടായ്പിലൂടെ കടന്നു വന്നവരാ. അപ്പൊ അവരെ തോൽപ്പിക്കേണ്ടത് അവിടുത്തെ കോൺഗ്രസിന്റെ ആവശ്യമായിരുന്നു. ആ കോൺഗ്രസിലാണ് ഞാനൊക്കെ നിന്നത്. പക്ഷെ പിന്തുണ UDFനാണ്. ഇപ്രാവശ്യം ഞങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു, പിന്തുണ UDFന് കൊടുത്തു. അതാണ് യഥാർത്ഥമായ അത്ര ഉള്ളൊരു കാര്യം. 18,000 വോട്ടിന് ജയിച്ചിരുന്ന ആള് പ്രാവശ്യം ജയിച്ചത് എത്രക്കാണ്? 12,000. 6,000 വോട്ടിന്റെ ഭൂരിപക്ഷം കുറവുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ. 6,000 വോട്ടിന്റെ കുറവുണ്ട്. അതൊരു വൻ കുറവ് തന്നെയാണ്. ഒരു മൃഗീയ ഭൂരിപക്ഷം അവിടെ ഉണ്ടായിട്ടില്ല. LDFന്റെ ഒരു സ്ഥാനാർത്ഥി പോയിട്ട് ഉസ്താദ് എനക്ക് അനുഗ്രഹം തരണം എന്ന് പറഞ്ഞാല് എന്താ പറയാ, തട്ടി മാറ്റില്ല? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഇതേ നീ പറയുന്ന ജബ്ബാറ്, നീ പറയുന്ന ആ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹം എത്ര AP-ക്കാരനെ എന്തൊക്കെ ചീത്ത വിളിച്ചിന്, എന്തൊക്കെ പറഞ്ഞിന്. എന്നിട്ട് അതേ AP-ടുത്തും അതേപോലെ ആ തങ്ങടുത്തെല്ലാം പോയിട്ട് എനക്ക് ദ്വാരക്കണം, എനക്ക് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോ അവരെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാളാന്ന് ചവിട്ടി മടക്കുക പറഞ്ഞേക്കഴിഞ്ഞ്. അതങ്ങനെ ആരും ചെയ്യൂല. ഏത് മതവിശ്വാസിയും അങ്ങനെ ചെയ്യൂല. ഒരു മതവിശ്വാസിക്കും അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഇനിയിപ്പോ ഈ ഷജറക്കുറ്റിയായ മരക്കുറ്റിയായ സുഹാബി കുറ്റിയായ നീ വന്നാലും നിന്നെ അനുഗ്രഹിക്കുകയേ ചെയ്യൂ. അതേ സമസ്തക്കാരെന്നുള്ള ഒരു മുസ്ലിമായതിന് പറ്റൂ. അവിടെ രാഷ്ട്രീയമില്ല സമസ്തക്കാരനി. ഒരാൾ എന്നെ അനുഗ്രഹിക്കണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ എമ്പടത്തേക്ക് വന്നാൽ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യൂ. അവിടെ രാഷ്ട്രീയമില്ല. നീ എവിടെ നിന്നാടാ വന്നിനി വഹാബി? നിന്റെ വഹാബിത്തരം ലോകത്തായിരിക്കില്ലാതിരിക്കട്ടെ. ഇവൻ എല്ലാ സുന്നി നേതാക്കന്മാരും പണ്ഡിതന്മാരും സയ്യിദന്മാരൊക്കെ കാല് പിടിച്ചോണ്ട് കുറച്ച് വോട്ട് കിട്ടി. അത് ശരിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ആ വോട്ട് ഉണ്ടായിരുന്നില്ല. അവൻ വെല്ലുവിളിച്ച് നടന്നാണല്ലോ AP-ക്കാരും ഈക്കക്കാരെയൊക്കെ. ഇനി ഇവന്റെ പ്രതികാരം തുടങ്ങും. കാരണം ഇവൻ പിന്നെ മൂർഖം പാമ്പാണ്, പക വെച്ച് നടക്കുന്ന കേസാണ്. ഇനി ഇവന്റെ പ്രതികാരം
അവിടെ ജയിച്ചോടത്ത് മൊത്തം കാണിച്ചു കൂട്ടുവൻ. അത്രയും വലിയ നീചനാണ് ഇവൻ. ഇതെല്ലാം ചെയ്യും. അതൊക്കെ ഇപ്പൊ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതെല്ലാം ചെയ്യും. വോട്ട് കിട്ടിയ ശേഷം മാത്രമേ ചിലപ്പോ ആരും പ്രതികരിക്കൂ. അത് വേറെ കാര്യം. വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യും. മനസ്സിലായില്ലേ? ആ പക്ഷെ ഇതിലെ വിജയം ഒന്നെങ്കിൽ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ജിഫ്രി മുത്തക്കോയത്താക്കി. ഇവർ രണ്ടാമത്തോലും പോയി ഇയാൾ പ്രാർത്ഥിക്കാൻ ദുആ ചെയ്യാ ഇവർക്കാന്ന്. അല്ലാതെ കണ്ട് ഈ സ്വഹാബികൾക്ക് എന്തെങ്കിലും കാര്യമോ ആ ചിന്തിക്കുന്നു? ഈ അക്കീം പൈസക്ക് എന്ത് കാര്യം ഇയാൾ ജയിച്ചതില്? അയാളത്ത് പോയോ ഒരു ഫോട്ടോ കാണിച്ചത്? അയാൾക്ക് ഒരു ദുആ ചെയ്യിച്ച് ഈ അക്കീം പൈസ കൂട്ടർ അതാ ചിന്തിക്കട്ടെ. നിങ്ങളെ ഉസ്താദായ അക്കീം പൈസയുടെ അടുത്ത് പോയിട്ട് ദുആ ചെയ്തതായിട്ട് ഒരു 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 ഇത് കാണിച്ചാടോ? നിങ്ങൾ എന്താണ് ഇത്ര ആവേശം കൊള്ളുന്നത്? നമുക്ക് സാധില്ല. നല്ല രസാത്. ഇവിടെ ചിലപ്പോ AP ക്കാർക്കോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന നമ്മളെ സുന്നികൾക്ക് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അംഗീകരിക്കുന്നവർക്കോ ഇവിടെ അവകാശപ്പെടാൻ കഴിയും ഞങ്ങൾ ഉസ്താക്കന്മാർ ദുആ എന്നുള്ള ആൾ ജയിച്ചത്. ഈ മറ്റ് മരക്കുറ്റികളായ ഈ സ്വഹാബികൾക്ക് എങ്ങനെയുള്ള നിങ്ങൾക്ക് ഇത് അവകാശപ്പെടാൻ കഴിയാ? നിങ്ങൾ ഉസ്താദിന്റെ അടുത്ത് പോയി ദുആ ചെയ്തോ? നിങ്ങൾ ഉസ്താദിനെ കണ്ടോ അയാള്? ഒന്ന് കാണിച്ചത് അയാളെ കാണിച്ചത് നിങ്ങൾ ഉണ്ടാക്കേണ്ടി വരൂ അങ്ങനത്തെ ഒരു ഫോട്ടോ കേട്ടാ. ആര് പോലെ അയാളടുത്ത് വഹാബിന്റെ അടുത്ത് അല്ല, ഇവനിക്ക് ഈ വോട്ട് കിട്ടിയത് ഈ പണ്ഡിതന്മാരെ പോയി കണ്ടുകൊണ്ട് തന്നെയാണ്. ഇവന് വലിയ തളക്കിയതാണല്ലോ. ഞാൻ ലീഗ് ഓഫീസിന്റെ പിയൂണായാലും പോലും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ഞങ്ങൾ കാണൂലാന്ന് എല്ലാവരുടെ കാലും പോയി പിടിച്ചു. അതുകൊണ്ട് ജയിച്ചവന് പേടിച്ചവന്. കാരണം മുസ്ലിങ്ങളില്ലാതെ അവനക്ക് വോട്ട് കിട്ടൂല. വഹാബികളെ വോട്ട് കുറച്ചേ ഉണ്ടാവുള്ളൂ, ജമാഅത്ത് ഇസ്ലാമിന്റെ വോട്ടും കുറച്ചേ ഉണ്ടാവുള്ളൂ, സുന്നികളെ വോട്ടും ആണെന്ന് അവനക്ക് ഉറപ്പായി. അപ്പൊ സർവ്വ സുന്നി പണ്ഡിതന്മാരും പോയി കണ്ട്, സയ്യിദന്മാരും പോയി കണ്ട്. അതുകൊണ്ട് കുറച്ച് വോട്ട് കിട്ടി. സർവ്വ തീവ്രവാദികളെയും വോട്ട് പിടിച്ചിട്ട് 4 വോട്ട് കിട്ടിയാണ് മറ്റുള്ളവർ കാര്യേണ്ട ആവശ്യമുള്ളത്. ലോകത്ത് വെച്ച മുസ്ലിം ഇസ്ലാമിക തീവ്രവാദികളായ മൗദൂദികളെ കെട്ടിപ്പിടിച്ചിട്ട് 4 വോട്ട് വാങ്ങിയിട്ട് നിങ്ങൾ സമസ്തന്റെ പിന്നാലെ ഇറക്കി. സമസ്ത എന്ന് പറഞ്ഞാൽ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനമാണ്, അല്ലാതെ വഹാബികൾക്ക് കൂട്ടിക്കൊടുക്കുന്ന പ്രസ്ഥാനമല്ല, മൗദൂദികളെ കൂട്ടിപ്പിടിക്കുന്ന പ്രസ്ഥാനമല്ല. ഏതാണ് ഈ ചങ്ങായി? കഴിഞ്ഞ പ്രാവശ്യമുള്ള ഭൂരിപക്ഷത്തിൽ 10,000 വോട്ട് കുറഞ്ഞിട്ട് പറയാണ് സജറകൾക്ക് യാതൊരു വിലയില്ല. സർവ പണ്ഡിതന്മാരും ചെരുപ്പ് പോയി നക്കീല് കിട്ടിയ വോട്ടല്ലത്. AP-ക്കാരെ വെല്ലുവിളിച്ച്, സജറക്കളെ വെല്ലുവിളിച്ച്, ഓലൊക്കെ നേതാക്കന്മാരെ പോയിട്ട് ചെരുപ്പ് നക്കീല് കിട്ടിയ വോട്ടാണ്. എന്നിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം കിട്ടിയില്ല. എന്നിട്ടാ വലിയ പൊന്തി നടക്കുന്നത്. ഈ ഷജറുകൾ നോക്കിണെങ്കിൽ തന്നെ എപ്പോഴും വിജയിക്കുന്ന വാട. ഏകദേശം ഇപ്പോ ഈ കാറ്റടിക്കുന്ന, അതായത് UDF തരംഗടിച്ച ഈ സമയത്ത് ഭരണ എതിർ കക്ഷി നല്ല ഭരണവികാരം നിൽക്കുന്ന ഈ സമയത്ത് 25,000-30,000 വോട്ട് കിട്ടണം. അതിലേക്ക് മൂപ്പർക്ക് കഴിഞ്ഞ വർഷത്തേക്കാളും 4,5,000 വോട്ട് കുറവാണ്. അത് മൂപ്പർക്ക് തന്നെ തിരിഞ്ഞിക്കണം. ഓക്കെ, ഇവിടെ ഇപ്പൊ മുസ്ലിം ലീഗ് വിജയിച്ചു, ജബ്ബാറാജി തോറ്റു. അതന്നെയാണ് എന്റെ കറക്റ്റ്. മനസ്സിലായോ? ഇത്ര ഭരണവികാരം ഉണ്ടായിട്ടും, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും ജബ്ബാറാജിക്ക് വോട്ട് കുറയുക ചെയ്തത്. എന്തെങ്കിലും പറയല്ലേ? ആ സീറ്റിൽ ഇന്നേ വരെ LDF നിന്നണോ അല്ലെങ്കിൽ ഒരു സ്വതന്ത്രനെങ്കിലും നിന്നിട്ടുണ്ടോ എന്ന് പഠിച്ചു നോക്ക്. അപ്പോൾ സംഗതി മനസ്സിലാവും. ഇക്കാലം വരെ അവിടെ UDF അല്ലാതെ വിജയിച്ചിട്ടില്ല. അത്രയും ഉറച്ച മണ്ണാണ് അത്. അവിടെയാണ് ജബ്ബാറാജിനെ കൊണ്ടുപോയിട്ട് നിർത്തി. എന്താ ജില്ലയിൽക്കോ പഞ്ചായത്തേക്കോ എന്താ അതിലേക്ക് താന്നു മൂപ്പര്. കാരണം മൂപ്പര് ഒരു MLA മന്ത്രിയോ ഒക്കെ ആകാൻ വേണ്ടിയിട്ട് കുപ്പായോട്ട് നടന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടി അതിന്റെ രൂപത്തിലേക്ക് എത്തിയ ആളാ മൂപ്പര്. അവിടുന്ന് പഠിച്ചു വരട്ടെ, താഴെ തട്ടുന്ന്. അങ്ങനെ ചിന്തിക്കും. ഓക്കെ.